Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, എല്ലാവർക്കും good afternoon. Start ചെയ്യാം, നമുക്ക് prayer ചെയ്തോളൂ കേട്ടോ. Okay. Good afternoon, friends, and good afternoon, ma'am. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Good evening, friends. Good afternoon, friends and teacher. Thank you. Okay, signing. റസ്മിന പറഞ്ഞോളൂ. ഞാൻ നെറ്റിന്റെ പ്രശ്നമുണ്ടോ കേൾക്കുന്നില്ലേ? എന്താ നെറ്റ് ഇഷ്യൂ ഉണ്ടോന്ന് ചോദിച്ചു, കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചു, അതാ വിളിച്ചു നോക്കിയത്. ഓക്കെ, ഇല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, സൈനിങ് ചെയ്തോളൂ കേട്ടോ. മാം, ഞാൻ രേവതിയാണ് സൈൻ ചെയ്യുന്നത്. Motivation is the inner drive that transforms desire into action, providing the energy to pursue goals, overcome obstacles, and achieve success by fueling persistence and focus, whether from internal passion or external inspiration. Good afternoon, ma'am. Good afternoon, friends. Okay. Then thought of the day. Fourth. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. Can do great things, but we can do small things with great love. Mother Teresa. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, തന്നിട്ടില്ല. എവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? പേജ് നമ്പർ 158 ആണോ?
അതെ 158 ഫുള്ള് എടുത്തു. പിന്നെ അത് ബാക്കി കണ്ടിന്യൂസ് ആയിരുന്നു. Okay. റസ്മിന ആ പാരഗ്രാഫ് താഴേക്കുള്ളതൊന്ന് വായിക്കാമോ? എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പേജ് നമ്പർ 158 എവറി ടീച്ചർ ഷുഡ് ടേക്ക് തുടങ്ങിയിട്ട് ഫ്യൂ ടീച്ചേഴ്സ് ഷുഡ് ടേക്ക് ദ ചാർജ് ഓഫ് ഗേറ്റ് വാച്ചിങ്. ആ ഒരു അതായത് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസിന് മുകളിലുള്ള പാരഗ്രാഫ് വരെ. Okay. Every teacher should take care to maintain discipline everywhere. എല്ലാ ടീച്ചേഴ്സും എല്ലാവരുടെയും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവര് ശ്രദ്ധിക്കണം. Even when she is walking on the footpath, if she happens to see the students making quarrel, threatening others, speaking rubbish, she can call them and after making minimum enquiries, dispose of them with or without punishment. അതായത് കുട്ടികൾ ഈവൻ ഫുട്പാത്തിലൂടെ ഇങ്ങനെ സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ നടക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് മോശമായ വാക്കുകൾ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവരെ അടുത്ത് വിളിച്ച് അവരെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് അനുസരിക്കുന്നില്ല എങ്കിൽ ചെറിയ പണിഷ്മെന്റിലൂടെയെങ്കിലും അത്തരത്തിലുള്ള ഡിസിപ്ലിൻസ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ആ പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. When she sees a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue. Hastening them. Okay. ഒന്ന് തിരുത്ത കേട്ടോ. ഓക്കെ. അതായത് ഹാസ്റ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റെഗുലർ ആയിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥമായിരിക്കില്ല അല്ലെ? അതെ റെഗുലർ ആയിട്ട് നിൽക്കുക. ടീച്ചേഴ്സ് സ്കൂളിലെ കുട്ടികള് ടാപ്പിന് മുമ്പിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ആ സ്ഥലത്തിന് മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിന് മുന്നിലൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാറില്ല. ഒരു ഓർഡറും ഇല്ലാതെ തോന്നിയ രീതിയിൽ അങ്ങനെ ഇറഗുലർ ആയിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാല് അതൊരു ക്യൂ രൂപത്തിൽ കുട്ടികളെ വളരെ നീറ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയി ഓർഡർ ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചില സ്കൂളുകളിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, LKG കുട്ടികളായിരിക്കും അധികവും കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. LKG UKG ആ ഒരു പ്രീ സ്കൂൾ ലെവലുള്ള കുട്ടികളായിരിക്കും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ ചില സ്കൂളുകളിൽ പോയാൽ കാണാറുണ്ട്. ഇന്റർവെൽ സമയത്തൊക്കെ അവര് ക്യൂ ആയിട്ട് പോകുമ്പോൾ ബാക്കിൽ കൈ കെട്ടിട്ട് ഒന്നൊന്നിനോട് ടച്ച് ചെയ്യും. വളരെ ഡിസിപ്ലിൻ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരുന്ന രീതി കണ്ടിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ആ രീതിയിൽ പെട്ടെന്ന് സമയത്തിനുള്ളിൽ ചെയ്തു വരാൻ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. Even when the prayer is going on, one or two teachers should take the charge of going around the school to persons, enquires the students hiding in the classes and those who are acting time near the source and near the latrine and urinals. അതായത് പ്രയർ ടൈമില് ചില കുട്ടികള് കുസൃതിയുള്ള ചില കുട്ടികള് എവിടെയെങ്കിലും ഒളിച്ചിരിക്കയോ കാത്തിരിക്കയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് 2-3 ടീച്ചേഴ്സ് അത് മൊത്തമായിട്ട് സ്കൂളിൽ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും കുട്ടികള് പ്രയർ ടൈമിനുള്ളിൽ ക്ലാസ്സിലേക്ക് കയറുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ 2-3 ടീച്ചേഴ്സ് കൂടി ആ സ്കൂളിനെ മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് അത് ഉറപ്പുവരുത്തുക. ദിസ് പ്രാക്ടീസ് ദേ ഷുഡ് ഡു ഈവൻ വൈൽ ദ ഫങ്ഷൻസ് ആൻഡ് മീറ്റിംഗ്സ് ആർ ഗോയിങ് ഓൺ. ഇത് ഷുഡ് ഡു ഈവൻ വൈൽ ഏതെങ്കിലും ഫങ്ഷൻസോ മീറ്റിംഗ്സോ നടക്കുമ്പോഴും നമ്മൾ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങള് നമ്മൾ നോക്കണം.
കുട്ടികളൊക്കെ ഇതിലുണ്ടോ, കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളിൽ കയറുന്നുണ്ടോ, കുട്ടികൾ പ്രയറിന് ഉള്ളിലായിട്ട് പ്രയർ ചെയ്യുന്നതിന്റെ ഉള്ളിൽ ക്ലാസ്സിലേക്ക് കടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് പുറത്തിരുന്ന് കുട്ടികൾ വേറെ വല്ല കളികളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. If students are taking lunch in common place, few teachers should take the chance of managerial. കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Okay, management. Okay. If students are taking lunch is a common place, if few teachers should take the chance of manager, where they should impose discipline in table manners, cleanness, silence, etc. അതെ, ലഞ്ച് ടൈമിൽ കുട്ടികളെ മാനേഴ്സും ഡിസിപ്ലിനും ക്ലീൻനെസ്സും ഒക്കെ പഠിപ്പിക്കുക. ചില കുട്ടികളെ മൊത്തം മുഴുവനായിട്ട് പുറത്തേക്ക് ഇട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ടാവും. അവരതെങ്ങനെ കഴിക്കണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ ചെയ്ത് അത് പ്രാക്ടീസ് ആയി നല്ല രീതിയിലേക്ക് മാറി വരും. ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ അറിയാത്ത കുഞ്ഞുങ്ങൾ വരെ പ്രീ സ്കൂളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികളെ സ്വന്തമായി ഭക്ഷണം കഴിക്കാനും പ്രാക്ടീസ് ചെയ്യിക്കുക. അവരെ കൃത്യമായിട്ട് അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഫസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. പിന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് സ്വന്തമായി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. പ്രത്യേകിച്ച് LKG UKG സ്റ്റുഡൻസിന് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും. Few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer, and few teachers in the stoppage of the day. 15 minutes, the long bell, and half an hour after the long bell to check the discipline. അതെ, നമ്മളിപ്പോ പഠിച്ച സ്കൂളുകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും, PT ടീച്ചേഴ്സ് ആയിരിക്കും ഇതിന് ചാർജ് എടുത്തിട്ടുണ്ടാവുക. അതായത് കുട്ടികള് പ്രയറിന് 1 മണിക്കൂർ മുന്നേ ആ ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും. എല്ലാ കുഞ്ഞുങ്ങളും ഉള്ളിലേക്ക് കടക്കുന്നുണ്ടോ, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്ന വ്യാജേന പുറത്തു പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാനും, അതുപോലെ ലോങ് ബെല്ല് ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ സ്പീഡിൽ കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് ഓടി പോകുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഡിസിപ്ലിനോട് കൂടി പുറത്തേക്ക് നടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് കാര്യം ശ്രദ്ധിക്കാനും, പിന്നെ അപകടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാഷ് ചെയ്ത് ഓടി വീണ് പല പരിക്കുകൾ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചാൻസസ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു ടീച്ചേഴ്സ് അതിനു വേണ്ടി നിൽക്കുകയും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. കുട്ടികളുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്നാണ് കൂടുതൽ ഡിസിപ്ലിൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നതും. റസ്മിന നന്നായിട്ട് പറഞ്ഞല്ലേ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്, കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ്, മക്കളും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാകുക അല്ലെ. അപ്പൊ ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ, സ്കൂളിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്? അതുപോലെ തന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്? ഈ 2 കാര്യങ്ങളും ഒരു 5-7 മിനിറ്റ് ഞാൻ തരാം, നിങ്ങളൊന്ന് എഴുതണം. മനസ്സിലായോ? ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്, അതായത് സ്കൂളിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും, അതായത് ഇത്തരത്തില് റസ്മിന പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവങ്ങള് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജഷൻസ് നിങ്ങൾക്ക് എഴുതാം. റെഡിയാണോ എഴുതാനായിട്ട്? കേൾക്കുന്നില്ല റസ്മിന? ഒന്ന് കമന്റ് ചെയ്യാമോ, മെസ്സേജ് ചെയ്യാമോ? 2 പേരെ തമ്പ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഈ ഒരു കാര്യം, അതായത് റസ്മിന പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം, എന്നിട്ട് എഴുതിയാൽ മതി. നോക്കാം. Every teacher should take care to maintain discipline
everywhere. Even when she is walking on the footpath, if she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimum enquiries, dispose of them with or without punishment. അതായത് ടീച്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്കൂളിലെ എല്ലാ സ്ഥലത്തും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്പെസിഫിക് ആയിട്ട് ഇന്ന ഏരിയ എന്ന് പറയുന്നില്ല. ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്കൂളിന്റെ ഏതൊക്കെ ഏരിയകളാണോ ഉള്ളത്, കുട്ടികൾ എവിടെയൊക്കെയാണോ നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയൊക്കെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ടീച്ചർ ഫുട്പാത്തിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാലോ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ ചില ടീച്ചേഴ്സ് കുട്ടികളോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാറുണ്ട്. അപ്പൊ ഫുട്പാത്തിലൂടെ നടക്കുന്ന സമയത്ത്, ആ സ്കൂളിനോട് അനുബന്ധിച്ചിട്ടുള്ള വഴികളിലൂടെ നടക്കുന്ന സമയത്ത് ചില സ്റ്റുഡൻസ് വഴക്ക് കൂടുന്നത് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താ പറയാ ഉപദ്രവിക്കുന്നതോ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതോ അങ്ങനെയുള്ള ഇൻസിഡന്റ് കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് എന്റെ സ്കൂൾ ടൈം കഴിഞ്ഞു, ഇനി എനിക്ക് അവരുടെ മേലിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല, ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്, എന്താണ് അവിടെ പ്രശ്നം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ട് മിനിമം എൻക്വയറി എങ്കിലും നടത്തിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വഴക്ക് കൂടുന്നത്, എന്തിനാണ് നിങ്ങൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്, അപ്പൊ അത്തരത്തില് കുട്ടികളോട് അന്വേഷിക്കണം, എന്താണ് അവരുടെ പ്രശ്നമെന്ന് അന്വേഷിക്കണം. വേണമെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഇല്ലാതെ അഡ്വൈസ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഫുട്പാത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ നടക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തില് എന്താ പറയാ ത്രട്ടൺ ചെയ്യുകയോ അല്ലെങ്കിൽ റബ്ബിഷ് ആയിട്ടുള്ള വേർഡ്സുകൾ പറയുകയോ ചെയ്യുന്നത്, അല്ലെ? അപ്പോ ടീച്ചറും കുട്ടികളും അല്ലാതെ ഫുട്പാത്തിൽ ആരുണ്ടാകും? മറ്റുള്ള വഴിയാത്രക്കാരും ഉണ്ടാകും. അപ്പൊ ടീച്ചർ വിളിച്ചിട്ട് ഭയങ്കര വലിയ രീതിയിൽ ഷൗട്ട് ചെയ്താല് അത് കുട്ടികൾക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നും, ഇല്ലേ? ഇൻസൾട്ട് ആയിട്ട് തോന്നില്ലേ? മറ്റുള്ളവരുടെ മുമ്പില് അവർക്ക് നാണക്കേട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അവര് പറയുന്ന ടീച്ചർ പറയുന്ന കാര്യം അവര് കേൾക്കുവോ? അവരനുസരിക്കുവോ? ഇല്ല. ഉപദേശം കൊടുത്ത് വിട്ടാലും എന്ത് ചെയ്യില്ല, അവരനുസരിക്കില്ല. കാരണം അവരുടെ ഉള്ളില് ഒരു ചിന്തയാണ് ഉണ്ടാവുക, ആ ടീച്ചർ ഞങ്ങള് മറ്റുള്ള കുട്ടികളുടെയും മറ്റുള്ള യാത്രക്കാരുടെയും മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ അടുത്ത് വിളിച്ച് വരുത്തിയിട്ട് വേണം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഓക്കെ, പണിഷ്മെന്റ് കൊടുക്കേണ്ടതല്ല പറയുന്നത്, ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഇല്ലാതെയും വിടാം. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാവരുത്. ഓക്കെ, അത് കുട്ടികൾക്ക് കൂടുതൽ എന്താ പറയാ മനസ്സിന് കൂടുതൽ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങള് നമുക്കറിയാം സ്കൂളില് ക്ലാസ് റൂമിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ചിലപ്പോ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ചില റൂമിന് പുറത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. ഈ രണ്ട് സൈഡിലും ടാപ്പിന് മുന്നിലോ അല്ലെങ്കിൽ റൂമിന് മുന്നിലോ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. അവിടെ വെച്ച് എന്തെങ്കിലും സംസാരിക്കുന്നതോ കളിക്കുന്നതോ പരസ്പരം കുറെ കുട്ടികൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ക്യൂ ആയിട്ട് ക്ലാസ്സുകളിലേക്ക് കയറ്റേണ്ട ഉത്തരവാദിത്തവും ടീച്ചർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പ്രെയർ നടക്കുന്ന സമയത്ത്, അസംബ്ലി ഒക്കെ കൂടുന്ന സമയത്ത് 2 ടീച്ചേഴ്സ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം? സ്കൂള് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇറങ്ങണം. ഓക്കെ, അതായത് ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പ്രെയർ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് ക്ലാസ്സുകളിൽ കയറി ഒളിച്ചിരിക്കാറുണ്ട്, ഇല്ലേ? ക്ലാസ്സുകളിൽ മാത്രമല്ല, ചിലപ്പോ അവര് ലാട്രിൻ ഏരിയ, അതല്ലേ ടോയ്ലറ്റിന്റെ ഏരിയയിൽ പോകും. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ കാണാറുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ? അസംബ്ലിയിൽ നിൽക്കാൻ മടിയായിരിക്കില്ലേ ചില സമയത്ത്? അപ്പൊ ടീച്ചേഴ്സിനോട് പറയും, എനിക്ക് തലവേദനയാണ്, വയറുവേദനയാണ് എന്നൊക്കെ പറയും, അല്ലെ? എന്നിട്ട് അവിടെ ഇങ്ങനെ ഡെസ്കിൽ തല വെച്ച് കിടക്കും. ഇനി ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഒളിച്ചിരിക്കാറുണ്ട്. അതായത് ചില ടീച്ചേഴ്സ് സമ്മതിക്കില്ല, നിർബന്ധമായിട്ടും പറയും അസംബ്ലിയിൽ നിൽക്കണം എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും?
ഡെസ്കിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ എന്താ പറയാ താഴ്ഭാഗത്തായിട്ടോ ഡോറിന്റെ ബാക്കിലോ ഒക്കെ എന്ത് ചെയ്യും, ഒളിച്ചിരിക്കും. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടീച്ചേഴ്സിനെയെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പ്ലേസുകളിൽ വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് നീളം കുറവായിട്ട് എനിക്ക് ഹൈറ്റ് കുറവാണ്ട് ഞാൻ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് എപ്പോഴും. അന്നേരം നമ്മളെ ഈ നോട്ട് വായിപ്പിച്ച് മിക്കപ്പോഴും എന്നെയാ വിളിക്കുന്നത്. അന്നേരം ഞാൻ എന്തുവാ തലവേദനയാ ഇല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞാൽ പലപ്പോഴും അസംബ്ലിക്ക് പാത ദിവസങ്ങളും ഉണ്ട്. അതായത് നമുക്ക് അതായത് അത് വെയിലത്ത് നിൽക്കണം, പിന്നെ എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ? വെയിലത്ത് നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം, എക്സസൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കും. പിന്നെ കുറെ നേരം നിൽക്കണം, കാല് വേദന എടുക്കും, അതൊക്കെ ഓർത്തിട്ടാണ് കൂടുതൽ നിൽക്കാതെ. മുമ്പൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധമായിരുന്നു എപ്പോഴും നിൽക്കണം എന്നുള്ളത് അസംബ്ലിയിൽ. ഇപ്പൊ എല്ലാ ദിവസവും ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴൊക്കെ ആണല്ലോ ചില സ്കൂളുകളിലൊക്കെ അസംബ്ലി ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാംസുകള് ഫംഗ്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒളിച്ചിരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതും ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില അതായത് കോമൺ പ്ലേസ്, അതായത് സ്കൂളില് ലഞ്ച് ടൈമില് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് അത് മാനേജ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ടേബിൾ മാനേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും, അതായത് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് ഫുഡ് കഴിക്കാനും, കഴിക്കുന്ന ഭക്ഷണം അതായത് അവിടെ ഇവിടെയൊക്കെ ഇടാതെ നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് കഴിക്കാനും അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. പിന്നെ വൃത്തി അല്ലെങ്കിൽ ഹൈജീൻ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവരെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതും ഈ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ്, few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer, and few teachers in the stoppage of the day at least from 15 minutes the long bell and half an hour after the long bell to check the discipline. ഇത് നമ്മൾ കാണാറുണ്ട്, ഗേറ്റ് വാച്ചിങ്ങിന് ടീച്ചേഴ്സ് നിൽക്കാറുണ്ട് ഇല്ലേ? ഡെയിലി മോർണിംഗ് സമയത്തും ഈവനിങ് സമയത്തുമാണ് നിൽക്കാറുള്ളത്. കൂടുതൽ നമ്മൾ മോർണിംഗ് സമയത്ത് കാണാറുണ്ട് അല്ലെ. കുഞ്ഞുങ്ങള് കറക്റ്റ് ആയിട്ട്, അതായത് ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് അതായത് സ്കൂളിലേക്കാണെന്നും പറഞ്ഞ് പുറപ്പെടും വീട്ടിൽ നിന്ന്. സ്കൂളിന്റെ അടുത്തേക്ക് ചിലപ്പോൾ പാസ് ചെയ്യും, പക്ഷെ സ്കൂളിന്റെ കോമ്പൗണ്ടിലോട്ട് കയറില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ പല സ്ഥലത്തേക്കൊക്കെ പോകുന്നവരുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങള് കറക്റ്റ് ആയിട്ട് അകത്തോട്ട് കയറുന്നുണ്ടോ, ഇനി അകത്ത് കയറിയ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വീണ്ടും പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഗേറ്റ് വാച്ചിങ്ങിന് ടീച്ചേഴ്സിനെ ഇടുന്നത്. ചില സ്കൂളുകളിൽ ഇപ്പൊ നിർബന്ധമാണല്ലോ അടുത്തെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറ്റി വിട്ടാല് പിന്നീട് വൈകുന്നേരമാണ് പുറത്തേക്ക് വിടുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ചോറുണ്ണാൻ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ അങ്ങനെ വിടാറുണ്ടോ? ഇല്ല, ഇപ്പൊ ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ വിടാറില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ ചോറ് കൊണ്ടിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു വരും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അമ്മമാർക്ക് എളുപ്പ, കാരണം രാവിലെ ഒന്നും കൊടുത്തയക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് എന്തായാലും കൊച്ചു തിന്നാൻ വരും എന്നറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, രാവിലെ കയറി കഴിഞ്ഞാൽ കുട്ടിക്ക് വൈകുന്നേരമാണ് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുക. അപ്പൊ അത്രമാത്രം സ്ട്രിക്റ്റ് ആണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹരി ഉപയോഗം, അങ്ങനെയുള്ള കുറെ അധികം ക്രൈമുകളും മറ്റൊക്കെ നമ്മുടെ ഇടയിൽ നടപ്പുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗേറ്റ് വാച്ചിങ്ങിന് നിർബന്ധമായിട്ടും ടീച്ചേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇടുന്നത്. പിന്നെ ലോങ് ബെൽ അടിക്കുന്നതിന് ഒരു 15 മിനിറ്റ്സ് മുൻപും, അതുപോലെ ലോങ് ബെൽ അടിച്ച് ഒരു എന്താ പറയാ ഹാഫ് ആൻ അവർ, ഈ സമയത്തൊക്കെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാന്നുള്ളതും ടീച്ചേഴ്സിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ അവര് വെറുതെ അല്ല നിൽക്കുന്നേ, നമുക്കറിയാം. നമ്മള് കുട്ടികളുടെ ഒരു പാരന്റ് ആയിട്ട് ചെല്ലുന്നത് കൊണ്ട് ചിലപ്പോ നമ്മള് ചിലപ്പോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴത്തെ എന്താ പറയാ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. കാരണം അവർ ഒബ്സർവ് ചെയ്യുന്നത് വെറുതെ അല്ല, അവർക്കറിയാം ഏതൊക്കെ കുട്ടികളാണ് അകത്തേക്ക് പോയിട്ടുള്ളത്,
ഏതൊക്കെ കുട്ടികളാണ് അവിടെ, ഏതൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗേറ്റ് വാച്ചിങ്ങിന് ഇരിക്കുന്ന ടീച്ചർമാർ എന്ന് പറഞ്ഞാല് അവര് നോക്കുകുത്തികളായിട്ടല്ല നിൽക്കുന്നത്, അവർക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ അവർക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഞാൻ കുറെ അധികം കാര്യങ്ങൾ വായിച്ചു, അതിൽ നിന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ എല്ലാവരും? ഇപ്പൊ എഴുതിക്കോളൂ കേട്ടോ. 10 മിനിറ്റ് ഇന്നലെ മതിയോ? ഡിസിപ്ലിനെ കുറിച്ചുള്ള ഡിബേറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ക്ലാസ്സിൽ. ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആരുടെ ക്ലാസ് ആയിരുന്നു? അശ്വതി മിസ്സിന്റെ. എന്റെ ക്ലാസ്. ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ ഡിസിപ്ലിനെ കുറിച്ചുള്ള ഡിബേറ്റ് ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഇന്നിപ്പോ എല്ലാവർക്കും പറയാൻ കുറച്ചും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പൊ ഒരു 10 മിനിറ്റ് മതിയോ? 10 മിനിറ്റ് ഒരു ഇൻസിഡന്റ് എഴുതാം. പിന്നെ അതായത് ഈ ഒരു ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞില്ലേ വിജി, കേട്ടില്ലേ? ഇതുമായിട്ട് കണക്ട് ചെയ്ത് വിജിക്ക് എക്സ്പീരിയൻസ് ഉള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എഴുതാം കുട്ടികളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്. ഇപ്പോ വിജിയുടെ അറിവിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വിജിക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിലെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇനി അതിന്റെ കൂടെ തന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ സജഷൻസ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്കൂൾ ശ്രദ്ധിക്കേണ്ടത്, ഇക്കാലത്ത് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ എന്തൊക്കെ സജഷൻസ് നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 10 മിനിറ്റ് തരാം കേട്ടോ. ഇൻസിഡന്റിനെ കുറിച്ച് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സജഷൻസ് ആയാലും അതായാലും മതിയല്ലോ. ഇൻസിഡന്റ് പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയാനുള്ള സജഷൻ. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ലേ സ്വന്തം ലൈഫിൽ? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ടീച്ചറിന്റെ നിന്ന് പണിഷ്മെന്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ? അതായാലും മതി. സൈലൻസ് വയലേറ്റ് ചെയ്തതിന് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടാതിരിക്കില്ലല്ലോ, അത് തന്നെ മതി. അതാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പറയട്ടെ മാം? പറഞ്ഞോളൂ. ഞാൻ എഴുതി വെച്ചിട്ടില്ല, ഞാൻ എന്റെ അനുഭവത്തിൽ തന്നെ പറയാണ്. 7th വരെ പഠിച്ചത് കണ്ണവം ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. അപ്പൊ അവിടെ കണ്ണവം ഗവൺമെന്റ് യു പി സ്കൂൾ. അപ്പൊ അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പോഴാണ് കൂടുതലായിട്ടും കുട്ടികൾ ലഞ്ച് ടൈമിൽ പുറത്തേക്ക് വിടാതിരിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. പണ്ട് നമ്മള് ലഞ്ച് ടൈമിൽ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരിക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ചാമ്പങ്ങ പെറുക്കിയെടുക്കുക കുട്ടികളുടെ കൂടെ, അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോ ആ സമയത്തൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ, ഇതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളാണെന്ന് അറിയില്ലല്ലോ. പിന്നെ 8th പോയപ്പോ അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂള് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് സ്പീഡിൽ ഓടുന്നതും അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും 7th വരെയുള്ള സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. 8th എത്തിയപ്പോഴേ ഫസ്റ്റ് ടൈം എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബസ് പിടിക്കുക, വീട്ടിലേക്ക് എത്തുക എന്നുള്ള ഒരൊറ്റ മൈൻഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോ ലാസ്റ്റ് ബെല്ലടിക്കുന്നതും ോടെയിരിക്കും എടുത്തിട്ട്. അപ്പൊ എത്തുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ PT ടീച്ചർ പിടിച്ചു അവിടെ വെച്ചു. എവിടെയൊക്കെ ഓടിപ്പോകുന്ന അവിടെ പിടിച്ചു വെച്ചു. എന്നിട്ട് കുറേ കുട്ടികൾ പോയതിന് ശേഷമാണ് എന്നെ വിട്ടത്. അപ്പൊ അതിനുശേഷം സാവധാനം നടന്ന് പോവാന്നുള്ള, അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് എന്തായാലും അറിയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സാവധാനം
കേൾക്കുന്നില്ല റസ്മിന. ചെറുതിലെ കുട്ടികളെ ആ ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ. ഹലോ ഹലോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും തോന്നില്ല. ആ ഒരു ഡിസിപ്ലിൻസ് ചെറുതിലേ പഠിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറുത് ക്ലാസ്സിലെ. ഇപ്പോഴത് ഉണ്ടാവില്ലായിരിക്കാം. ഇപ്പൊ നമ്മള് പഠിച്ച പോലെയല്ലല്ലോ. ഇപ്പൊ ചെറുത് മുതലേ കുട്ടികളെ ആ ഒരു ഡിസിപ്ലിൻസ് ഒക്കെ, ആ ഒരു സംഭവമാണ് എൻ്റെ ലൈഫിലെ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ ചെറുതിലെ പിന്നെ സ്കൂള് വിടുന്ന സമയത്തായാലും ക്ലാസ്സിലായി കഴിഞ്ഞാലും പോകണം. കുട്ടികളെ എങ്ങനെ ഓരോ കാര്യത്തിന് പുറത്തു പോയാലും തിരിച്ചു വരേണ്ടത് എങ്ങനെയാന്നുള്ളത് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് വിടാത്തത് കാരണം കൊണ്ട് തന്നെ കുട്ടികൾ എവിടെയും പോകുന്നില്ല. നമ്മളെയൊക്കെ സമയത്ത് ഏതൊക്കെ വീടുകൾ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്ന് സ്കൂളിലുള്ള ആൾക്കാരും അറിയുന്നില്ല, വീട്ടിലുള്ള ആൾക്കാരും അറിയുന്നില്ല. നമ്മളും അപ്പൊ ബോധേടല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ, ഇതൊന്നും പാടില്ല എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അപ്പൊ ആ സമയത്ത് സേഫും ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ റെസ്ട്രിക്ഷൻസും ഉണ്ട് സ്കൂളുകളിൽ, പുറത്തേക്ക് വിടുന്നില്ല. അപ്പൊ ആ കാര്യത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സജഷൻ. സജഷൻസ് ഉണ്ടോ എന്തെങ്കിലും? എൻ്റെ അനുഭവം വെച്ചിട്ട് സജഷൻ ഇതിനാണ്, കുട്ടികളെ ലൈനായിട്ട് പുറത്തേക്ക് വിടുന്നതായാലും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ടീച്ചേഴ്സ് എൻഡിങ്ങിലായാലും സ്റ്റാർട്ടിങ്ങിലായാലും ശ്രദ്ധിക്കണം എന്നുള്ളത്. അതാണ് ആ ഒരു കാര്യമാണ് എനിക്ക് സജഷൻ. ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയാ മയക്കുമരുന്നുകളുടെ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ആ കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് ആ ഒരു സജഷനാണ് എനിക്കുള്ളത്. ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് സ്റ്റാർട്ടിങ്ങിലായാലും എൻഡിങ്ങിലായാലും കുട്ടികൾ കയറുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ കാണാതെയോ ഒളിച്ചോ പുറത്തേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പല ആൾക്കാരുകളും പുറത്ത് കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ദിവസം വാർത്തകളിൽ കാണുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണമെന്നുള്ളത് ഒരു സജഷൻ ആയിട്ട് പറയാണ്. മാം എനിക്കൊരു സജഷൻ കൊടുക്കാനുണ്ട്. ഇപ്പോ ആള് പറഞ്ഞനുസരിച്ച് ഇതേപോലെ നമ്മൾ കുറച്ച് ലീവ് നമുക്കുള്ള ടൈമിന് ഒരു 90s അല്ലെങ്കിൽ 2000 മുമ്പുള്ള നമുക്ക് സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു. സ്കൂളിൽ കുറച്ചും കൂടി നമുക്ക് ഫ്രീഡം എന്ന് വെച്ചാൽ ഇപ്പൊ ആള് പറഞ്ഞ പോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ വിളിച്ച് പറയണമെന്നില്ല, ഇൻഫർമേഷൻ അങ്ങനെ കൊടുക്കണമെന്നില്ല. ഒരു 3 ഡേയ്സിനൊക്കെ ഉള്ള ലീവ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയായിരുന്നു. മാം ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. എന്റെ വോയിസ് ആണല്ലോ മാഡം? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അതെ മാം. അപ്പോ നമുക്ക് ഏർലി ഉള്ള നമ്മുടെ ഈ ടൈമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എനിക്കൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ ക്ലാസ് ഞാൻ പഠിക്കുന്ന ടൈമിന് നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയായിരുന്നു. ഒരു 2 to 3 ഡേയ്സ് വരെയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ ആയിട്ട് മാത്രം കൊടുത്താൽ മതി, അത് സ്കൂൾ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സ്കൂളിൽ പോവാൻ ഇപ്പം ഭയങ്കര ചില സമയത്തിന് എന്തെങ്കിലും പ്രോജക്റ്റോ അസൈൻമെന്റ് ഒക്കെ നിറയെ വരും. ആ സമയത്തിന് ചെയ്ത് കാണത്തില്ല. അപ്പൊ അന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ബാക്കിയുള്ള ക്ലാസ്സിന്റെ മുമ്പിൽ നമുക്ക് പ്രശ്നമാണെന്നുള്ളതാണെങ്കിൽ ലീവ് എടുത്തേ പറ്റൂ. അപ്പൊ ലീവ് എടുക്കുമ്പോഴത്തേക്കിനും വീട്ടിൽ പറയും ഇന്ന് വയ്യാന്നുള്ള രീതിയിൽ പറയും. പക്ഷെ സ്കൂളിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ. പക്ഷെ ലീവ് ആപ്ലിക്കേഷൻ അങ്ങ് എഴുതിക്കൊണ്ടൊന്ന് കൊടുക്കും. ഞാൻ തന്നെ എന്തെങ്കിലും എഴുതും, പിന്നെ പാരന്റ്സിന്റെയും സൈൻ മേടിക്കും, കൊണ്ടൊന്ന് കൊടുക്കും. പക്ഷെ ഇന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് ലീവ് ആപ്ലിക്കേഷൻ മാത്രമല്ല കൊടുക്കുന്നത്. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് കൊടുത്താൽ ടീച്ചേഴ്സ് അക്സെപ്റ്റ് ചെയ്യാറില്ല. ഉടനെ തന്നെ ഇന്നൊക്കെ വാട്സപ്പിൽ ഓരോ സ്റ്റുഡന്റ് പോകുന്നതും എത്രയുണ്ട്, എത്ര സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് ഉണ്ട്, അതെല്ലാം ഡെയിലി നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ ഉള്ള പാരന്റ്സിനെല്ലാം അവൈലബിൾ ആണ്. ഇന്ന് ഇതാണ് ക്ലാസ്സിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലുള്ള റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ് ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പം സ്കൂളിൽ അഥവാ കുട്ടികൾ പോയില്ലെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സും പാരന്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റും ഒക്കെ ഉണ്ട് ഇന്ന്. അപ്പൊ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്ന് കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല കുട്ടികൾ. അന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ ഇരിക്കുള്ളൂ.
അല്ല വേറെ എങ്ങും കറങ്ങാൻ വേണ്ടിട്ട് പോകുന്ന ടൈപ്പ് അല്ലായിരുന്നു കുഞ്ഞുങ്ങൾ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ എന്താ പറയണ്ടേ, വേറെ ഇതായിട്ടുള്ള എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല എങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കില്ല കുഞ്ഞുങ്ങൾ, വേറെ എവിടെയെങ്കിലും ഒക്കെ പോവും, അല്ലെങ്കിൽ കറങ്ങി അടിക്കും. പിന്നെ ഇന്ന് ഇങ്ങനെ ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസും എല്ലാം ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്കൂളും, അതുകൊണ്ട് പാരന്റും അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കുറച്ച് ക്ലാസ് റൂം സ്ട്രാറ്റജീസ് കൊടുക്കാൻ പറ്റുന്ന, നമ്മളിപ്പോൾ മാം പറഞ്ഞില്ലേ ഞാൻ ചെയ്ത ഇഷ്യൂസും പിന്നെ അതുപോലെ കുറച്ച് സ്ട്രാറ്റജീസ് കൊടുക്കാനാണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടൊരു സെറ്റ് ചെയ്യണം എക്സ്പെക്ടേഷൻ. അതുപോലെ എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ അവരെന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള അവർക്ക് അറിയാൻ പറ്റണം. അതുപോലെ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യണം ലെസൺസിൽ. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, അവർക്ക് പ്രൈസ് ചെയ്യണം, റിവാർഡ് ചെയ്യണം. സ്റ്റുഡൻസ് എന്ത് ചെയ്താലും അവരെ പ്രൈസ് ചെയ്യണം, റിവാർഡ് ചെയ്യണം സ്കൂള്. അങ്ങനെയൊക്കെ അതിൽ കുറെ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇനി ആരാ? ഞാൻ പറയണേ, എനിക്ക് 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, സ്കൂള് വിട്ടതിന് ശേഷം പ്രെയർ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാനുള്ള വെപ്രാളത്തിന് ഓടിയതാ, മറിഞ്ഞു വീണ് മുട്ടിന്റെ തൊലി പോയായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചർ വിളിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി കുറച്ചു നേരം അവിടെ ഇരുത്തി കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാം പോയി കഴിഞ്ഞ് എങ്ങനെ പോകണ്ടേ എന്ന് പറഞ്ഞു തന്ന് അത് കാണിച്ചു തന്നിട്ടൊക്കെയാ വിട്ടത്. പിന്നെ വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്തു. ഞാന് സെന്റ് ആഗ്നസ് നീണ്ടാര സ്കൂളിലാണ് പഠിച്ചത്, ഗേൾസ് സ്കൂളിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സ്പോർട്സ് ഡേ ഒക്കെ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഞങ്ങള് 2 എണ്ണത്തിനൊക്കെ ചേർന്നിട്ട് പിന്നെ നമുക്ക് അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ, പോവാന്നും വെച്ച് ഞങ്ങള് ടീംസാ. പിന്നെ എന്റെ കൂടെ ഉള്ള ആളും പിന്നെ വേറൊരു കൂട്ടുകാരും കൂടെ നമുക്ക് വീട്ടിൽ പോകാന്നും പറഞ്ഞ് ബാഗ് എടുത്ത് ഇറങ്ങി. അപ്പൊ വെളിയിൽ നിന്ന് സാർ അകത്തോട്ട് കയറി വരുമായിരുന്നു. അങ്ങനെ പിന്നെ അതിന് വഴക്ക് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച് അങ്ങനെ കുറെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ നല്ലയാ, വെളിയിലോട്ട് ഇറക്കത്തില്ല അങ്ങനെയൊക്കെയാ. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ, നമുക്ക് പോകുകയും എടുക്കുകയും എല്ലാം ചെയ്യായിരുന്നല്ലോ. ഇപ്പം ഒന്നോർത്ത ഇപ്പോഴത്തെയാ നല്ലത്. പണ്ടെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കണക്കത്തോളം ഇതൊന്നും ഇല്ല, ഈ മയക്കുമരുന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഏറ്റവും കൂടുതൽ കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നത് മയക്കുമരുന്നിന്റെ. പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പോയി മുട്ടായി മേടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പം സ്കൂള് വിട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് മുട്ടായി മേടിച്ചു കൊടുക്കാൻ തന്നെ പേടിയാ. മുട്ടായി കടയിൽ തന്നെ ഇപ്പം വാർത്തയിൽ അതുണ്ടല്ലോ, മുട്ടായി കടയിൽ മയക്കുമരുന്ന് കൊടുക്കുന്ന, മുട്ടായിക്കകത്ത് കൊടുക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒന്നോർത്താ ഇപ്പോഴത്തെയാണ് നല്ലത്. പേരൻസ് വിളിച്ചോണ്ട് വരികയില്ല, സ്കൂൾ ബസ് അങ്ങനത്തെ ഉള്ളതൊക്കെ ആയിരുന്നു നല്ലത്. അതേ ഉള്ളു പറയാൻ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാട്ടോ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തൊക്കെ അപ്പാരറ്റസ് ഉണ്ടാക്കിയിട്ടുണ്ട്? എന്തെങ്കിലും അപ്പാരറ്റസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്താ മാം? ഒന്നും ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് മാം. പിങ്ക് ടവർ, ട്രയാങ്കിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ബീഡ്സ് ചെയ്തിട്ടുണ്ട്, പിക്ചർ വീല്, നമ്പർ വീല്, റെക്കോർഡ് എഴുതിപ്പിക്കാറുണ്ടോ? റെക്കോർഡ് എഴുതിപ്പിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോ അത്? റെക്കോർഡ് 5 എണ്ണം തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ട് അല്ലേ? പിങ്ക് ടവർ ചെയ്തു അല്ലേ? ചെയ്യാൻ പറഞ്ഞല്ലേ പിങ്ക് ടവർ? ബ്രൗൺ സ്റ്റെയർ ഒന്ന് ചെയ്യാമോ? ട്രൈ ചെയ്ത് നോക്കാമോ ഒന്ന്? ബ്രൗൺ സ്റ്റെയർ കണ്ടിട്ടുണ്ടോ? അറിയാം. റെക്കോർഡിലുണ്ട്, റെക്കോർഡിൽ കണ്ടിട്ടുണ്ട്. റെക്കോർഡിൽ നോക്കൂ നിങ്ങൾ. പതുക്കെ മതി, ധൃതി പിടിച്ചൊന്നും വേണ്ട കേട്ടോ. ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. ബ്രൗൺ സ്റ്റെയർ നമ്മുടെ വേസ്റ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഇല്ലേ, അതുപോലൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. നമ്മള് മരത്തിന്റെ പുട്ടിന്റെ തന്നെ ചെയ്യണമെന്നില്ല, കറക്റ്റ് ആ ഷേപ്പിലാക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പിങ്ക് ടവർ ചെയ്തിട്ടുള്ളത് അതുകൂടി കുറച്ചും കൂടി അതിന്റെ വലിപ്പത്തിൽ എടുത്തിട്ട്
ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ആ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ മതി. പെർഫെക്ഷൻ ഒന്നും വേണ്ട, സ്ട്രക്ചർ കിട്ടിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്. ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. അത് തന്നെ. എല്ലാ കുട്ടികളും പിങ്ക് ടവർ ചെയ്യാറുണ്ട്, പക്ഷെ ബ്രൗൺ സ്റ്റെയർ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ബ്രൗൺ സ്റ്റെയറും പിങ്ക് ടവറും ഒക്കെ തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും, കോമ്പിനേഷൻ ചെയ്യാം. അപ്പൊ പതുക്കെ മതി, ധൃതി പിടിച്ചൊന്നും വേണ്ട, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അത് നിങ്ങൾ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റാന്ന് നോക്കൂ. ഒട്ടിച്ചിട്ടുണ്ട്, പിക്ചർ റെക്കോർഡിൽ ഒട്ടിച്ചേക്കുന്നതാണ്. അതെ അല്ലെ, 11 എണ്ണമാണ് നമുക്ക് അതുള്ളത് കേട്ടോ. 11 എണ്ണം ഉണ്ട്. അതായത് 10 എണ്ണം സ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. 11ാമത്തെ കൺട്രോൾ ഓഫ് എറർ ആണ്, ലെവല് നോക്കാനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേഴ്സ് ഉണ്ടല്ലേ, നമ്മുടെ സ്റ്റെയർ ഇല്ലേ, വീട്ടിലൊക്കെ ഉള്ള സ്റ്റെയർ ഇല്ലേ, സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അതുപോലെയാണ് ബ്രൗൺ സ്റ്റെയർ ഉള്ളത്. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകും. പിങ്ക് ടവർ പോലെ തന്നെ ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോവുക. അപ്പോ അതിന്റെ ലെവല് നോക്കാനായിട്ട് ഒരു സംഭവം ഉണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ, അതായത് ഏറ്റവും ലാസ്റ്റത്തെ ബ്രൗൺ സ്റ്റെയറിൽ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു ഇതിന് കൺട്രോൾ ഓഫ് എററിന്റെ തന്നെ വലിപ്പമാണ് ഉണ്ടാവും, സെയിം ആണ്. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെയറും അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് എററും സെയിം സൈസ് ആണ് ഉണ്ടാവുക. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഐഡിയ കിട്ടിയില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ഡെമോ തരില്ലേ, നിങ്ങൾ പ്രാക്ടിക്കലിന് വരില്ലേ, പ്രാക്ടിക്കലിന് വരുന്ന സമയത്ത് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ചെയ്താൽ മതി. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. മിക്കതും ഞങ്ങള് പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് ചെയ്യാൻ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും കണ്ട് മനസ്സിലാക്കല. അത് മതി, അത് മതി കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, എല്ലാവരും പിങ്ക് ടവർ തന്നെ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ വൈകിയ സമയത്തായാലും ചോദിക്കുമ്പോ പിങ്ക് ടവർ മാത്രം പറയുന്ന കുട്ടികള്, ബ്രൗൺ സ്റ്റെയർ ഒന്നും ചെയ്യുന്നേ ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ അതിൽ നിന്ന് മാറി അതൊന്ന് ചെയ്ത് നോക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? സംശയം ചോദിക്കാണ്ടായിരുന്നു. പറഞ്ഞോളൂ മേറ. മാം, നമ്മൾ സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൊത്തത്തിൽ എങ്ങനെ ഇത് കൊണ്ടുപോകാനും ഇല്ല, അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? എന്താണ് എനിക്ക് മനസ്സിലായില്ല. കൊണ്ടുപോകാനില്ലെന്നോ? അതായത് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് കൊണ്ടുപോകാനില്ലെന്നാണോ പറഞ്ഞത്? നമ്മളിപ്പോ ഈ തന്ന നമ്മളെ വർക്ക് പിങ്ക് ടവർ ഒന്നും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ കുട്ടികളെ അടുത്ത് പോകുമ്പോ നമ്മൾക്ക് ഇത് കൊണ്ടുപോകാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കൽ സാധിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമ്മൾ അതിനോട് എന്താണ് ചെയ്യാ? സാധാരണ കുട്ടികള് സ്റ്റുഡൻസിന്റെ അടുത്ത് ഉള്ളത് തന്നെയാണ് സ്റ്റുഡൻസ് കൊണ്ടുപോകുന്നത്, പിള്ളേര് കൊണ്ടുപോകുന്നത്. ട്രെയിനിങ്ങിന് പോകുമ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മേറ? എന്താണ്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഒരു മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടില്ലേ? കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങൾ പതുക്കെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് വെച്ചതായിരുന്നു. അപ്പോഴേ ഇങ്ങനെ ട്രെയിനിങ്ങിന് പോകണതൊരു ഇത് വന്നപ്പോ ഇനി മൊത്തത്തിൽ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ, ഓരോ ദിവസം ക്ലാസ് എടുക്കേണ്ടതില്. അപ്പൊ ഇനി പെട്ടെന്ന് നമ്മുടെ കൂടുതൽ സുജി ജോയിൻ ചെയ്തിട്ട് ട്രെയിനിങ്ങിന് കയറി. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ അനുസരിച്ചാണ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയേക്കുന്നത്. അവർക്ക് പഠിപ്പിക്കുന്ന ചാപ്റ്റർ, അപ്പൊ പഠിപ്പിക്കലുമായി ഒരു പ്രോപ്പർട്ടീസും ആയില്ല. അങ്ങനെ ചാർട്ട് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു, അവരുടെ ചാപ്റ്റർ അനുസരിച്ചുള്ളത്. അവര് പറയുന്നതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം അല്ലെ? അങ്ങനെയാണ് അവര് പറയില്ലേ നമ്മളോട്? നമ്മുടെ ഇഷ്ടത്തിന് ഡാമേജ് ആയി പോകൂലോ പിങ്ക് ടവർ. ഇപ്പൊ നമുക്ക് എക്സാം കഴിയണവരും കൈ പിടിക്കണമല്ലോ നല്ലതായിട്ട്, അല്ലേ? പിങ്ക് ടവർ കൊണ്ടായിട്ട് നല്ലത്. അവരൊന്നും പറഞ്ഞിട്ടില്ലോ മേറനോട്? AGത്തെ ടീച്ചറോട് അന്വേഷിച്ചപ്പോ ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോ വർക്കുകളില്ലേ, അത് കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കിയ ഇതൊക്കെ കൊണ്ടുവന്നാ മതി പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ആകെ ഇതായി, ഞാൻ പതുക്കെ ഉണ്ടാക്കാന്ന് കരുതിയപ്പോ അങ്ങനെ. അതെ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ അടുത്തുള്ള പിക്ചർ വീല്, നമ്പർ വീലൊക്കെ കാണിച്ചോ?
അതെന്റെ അടുത്തുണ്ട്. ഞാന് ബാക്കി കൗണ്ട് ചെയ്യണ അതൊന്നും ആ മുത്തുകളൊന്നും എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമ്മുടെ കയ്യിൽ വേണം. പതുക്കെ കുറേ അധികം ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. പിന്നെ അവര് പറയുന്നതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അവര് നോക്കൂ, എങ്ങനെയാണെന്ന് നോക്കൂ കേട്ടോ മേറ. ഓക്കെ മാം. അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോ അത് പറഞ്ഞു നിങ്ങളോട്, അല്ലെങ്കിൽ ഞാൻ ഇനി പറയാനായിട്ട് മറന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അത് പറഞ്ഞത്, ബ്രൗൺ സ്റ്റെയറിന്റെ കാര്യം. പിന്നെ ബട്ടണിങ് ഫ്രെയിം. ബട്ടണിങ് ഫ്രെയിം അത് കുട്ടികള് ചെയ്യുന്നതാണ് കേട്ടോ. ബട്ടണിങ് ഫ്രെയിം ചെയ്തിട്ടുണ്ടോ? അത് ക്ലോത്ത് ഫ്രെയിംസ് എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ടണിങ്ങും പിന്നെ കൊളുത്തിന്റെയും ഷൂ ലേസിന്റെ എല്ലാം ചെയ്യുന്നുണ്ട്. ലേസ് ഫ്രെയിം ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ബാക്കി നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഏതൊക്കെ ചെയ്യണം, ഏതൊക്കെയാണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് എളുപ്പത്തില്. അപ്പോ അതൊക്കെ നിങ്ങളൊക്കെ കണ്ട് ഫെമിലിയർ ആകുക. എന്നിട്ട് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. പലരും പല രീതിയിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. ഒരാള് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാള് ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ടാകും. അവരെടുക്കുന്ന ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനാണെങ്കിലും അവർ ചെയ്യുന്ന ആ ഒരു കണ്ടന്റിനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോ നമുക്ക് എന്താ പറയാ, നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. ഇപ്പൊ നേരത്തെ വേറെ പറഞ്ഞ പോലെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത എന്താ ബട്ടണിങ് ഫ്രെയിം ഇല്ലേ, അത് മോന്റെ ഒരു ഷർട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമായിരുന്നു ചെയ്തത്. അങ്ങനെ മതിയോ? മതി. എന്നെ പ്രാക്ടിക്കലിൽ വന്ന ഒരു കുട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ചെയ്തത്. നല്ലതായിരുന്നു അത്. ഒരു മിനിറ്റ്. ഞാനും ഷർട്ടും ഒരു ബ്ലൗസിന്റെ ഇത് എടുത്തതിന് കുട്ടികളുടെ. മോന്റെയാണ് ഇത് മോന്റെ ഷർട്ടാണ് ചെറുത്. ഞാൻ ആ ഷർട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് ചെയ്ത് ബട്ടൺ ഉണ്ടായത് കൊണ്ട്. അതെ അല്ലേ? ഓക്കെ. ഇത് എന്തൊക്കെ ചെയ്താൽ ഗം വെച്ചിട്ട് ഒട്ടിച്ചേക്കുന്നതാണോ? അല്ല, ഇത് ഒട്ടിച്ചേക്കുമല്ല. മറ്റേ മുട്ടുപിന്നുണ്ടല്ലോ ടീച്ചേഴ്സിന്റെ, അത് കാർഡ്ബോർഡിനകത്ത് വൈറ്റ് ചാർട്ട് ഇട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്തതാ. മാം മതി. ഞാന് കണ്ടത് വരണം എങ്ങനെയായിരുന്നു, എന്നെ കാണിച്ചത് വരണം. ആ കൈയും പിന്നെ ആ സൈഡിലത്തെ സാധനമൊക്കെ വെട്ടിക്കളഞ്ഞു, കട്ട് ചെയ്ത് കളഞ്ഞു. ആ മിഡിൽ പോർഷൻ ഇല്ലേ, ബട്ടണുള്ള സംഭവം അതുകൊണ്ട് മാം. കാരണം 5 എണ്ണം ചെയ്യാനല്ലേ, അപ്പൊ ഒരെണ്ണം കൈ വെട്ടി കളഞ്ഞു. അതെ. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തെന്നോ, സൈഡില് 2 സ്ഥലത്തായിട്ട് 2 മരത്തിന്റെ കോലുണ്ടല്ലോ, അത് വെച്ച് ഫിറ്റ് ചെയ്തു. അപ്പൊ ടൈറ്റ് ആയിട്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ആ കുട്ടി ചെയ്തത്. ഇത് ചീത്തയല്ല, നല്ലതായിട്ട് ഞാൻ പറയുന്നത്. ഇത് നല്ലതാണ്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ആ കുട്ടി ചെയ്ത കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇത് നല്ലതാണ് കേട്ടോ. മുട്ടുപിന്നില്ലേ, കട്ടിയുള്ള മുട്ടുപിന്നുണ്ട്, അത് കാർഡ്ബോർഡിനകത്ത്. പിന്നെ ലേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ജോഫി? എന്തോ മാം? ലേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഷൂ ലേസിന്റെ? മറ്റേ സ്നാക്സിന്റെ ആണോ? ലേസ് ഉണ്ടല്ലോ, ലേസ് ഫ്രെയിം, നമ്മുടെ ഷൂ ലേസ് കെട്ടാനായിട്ട് ഷൂ ലേസിന്റെ ഇതിലുള്ള ഫ്രെയിം ഉണ്ടോ, ചെയ്തിട്ടുണ്ടോ? അത് ലേസിന്റെ ഞാൻ ചെയ്തില്ല, ബട്ടന്റെയും ചെയ്തു. പിന്നെ മോന്റെ ഉടുപ്പിന്റെ തന്നെ സിബ് ഇടുന്ന ഒരെണ്ണമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സിബ് ഫ്രെയിം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സിബ് ഇടുന്നത് അങ്ങനെ സിബായത്. അതെങ്ങനെയാ ജോഫി സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്ന? പശ ഒട്ടിച്ചതാണോ അല്ലെങ്കിൽ പിന്നെ ചെയ്ത് വെച്ചതാ, സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണോ? അല്ല, ഇത് പശ ഒട്ടിച്ചല്ല. ഇതിന് കൈയില്ല. അപ്പം മറ്റേ ഇതുണ്ടല്ലോ, നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ഗ്ലാസ് ഒക്കെ, ഒരു ബോക്സ്, ഗ്ലാസും പാത്രമിട്ട് നമ്മൾ തുണിക്കടയിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ഗിഫ്റ്റ് കിട്ടുക ഒരു കപ്പും സോസറുമായിട്ടൊക്കെ കിട്ടുമല്ലോ.
ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ? അതിന്റെ ഉള്ളിൽ അല്ലേ അതിന്റെ ഉടുപ്പിലല്ലേ? ഉടുപ്പിൽ കയറ്റി വെച്ച്. ബോക്സിൽ ഉടുപ്പിടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വ്യത്യാസം വരും മെറ്റീരിയൽസിനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനും. ഓരോരുത്തരുടെ ഐഡിയ വ്യത്യസ്തമാണ്, എല്ലാവരും ഒരുപോലെ ചെയ്യില്ല. 5 എണ്ണം ചെയ്യാൻ പറഞ്ഞപ്പോ പിന്നെ അവന്റെ ഉടുപ്പിട്ടങ്ങ് പണിതരാം. ഇത് ഒരെണ്ണം ഇതാ ബട്ടൺ സൈഡ്, ഈ ബട്ടൺ ആക്കുന്നത് സൈഡിൽ ബട്ടണാണ്. അതാണ്ട് ഇത് ബട്ടൺ, അതാ ഇത് കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാതെ നമ്മള് അങ്ങനെ മറ്റേ രീതി ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയപ്പം അതൊക്കെ എഴുതിയേക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ എന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തു. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, 100% പെർഫെക്ഷനിലേക്ക് ചിലപ്പോൾ എത്തണം ഇല്ല, അത് വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഒരാളുടെ കോപ്പി അടിക്കുന്നതിലും ഏറ്റവും നല്ലതാണ് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മളത് ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അത് നമ്മളുടേതാണെന്നുള്ളൊരു തോന്നൽ വരും അല്ലെ? അത്രമാത്രം സന്തോഷമായിരിക്കും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ മതി, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ഏതാ ചെയ്തിട്ടുള്ള? സുലഭി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മെറ്റീരിയല്? ഇല്ല മാം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് വെച്ചതൊക്കെ മക്കൾ കളഞ്ഞു. ഞാൻ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഡ്രസ്സിന്റെ മക്കളുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് കൊളുത്തിന്റെ ഉണ്ട്, ബട്ടണിന്റെ ഉണ്ട്, പിന്നെ എനിക്ക് ലേസും ഉണ്ട്. അപ്പൊ ഷൂ ലേസും കിട്ടാൻ പാകത്തിന് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശരിയാക്കി റെഡിയാക്കാനേ ഉള്ളൂ. അങ്ങനെ. ഓക്കെ, പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ് ചെയ്യാട്ടോ. ജോമെട്രിക്കൽ ഷേപ്സ് ഇല്ലേ, പലതരത്തിലുള്ള ഷേപ്പുകളില്ലേ, നമ്മൾ മാത്സിലൊക്കെ പഠിക്കില്ലേ? സ്ക്വയർ, അതുപോലെ സിലിണ്ടർ, പിരമിഡ്, കോൺ. അത് നിങ്ങൾക്ക് ചാർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ജോമെട്രിക്കൽ ഷേപ്സിന്റെ. ചാർട്ട് ഉണ്ടാക്കിയോ നിങ്ങള്? അത് ഓക്കെ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ ഒക്കെ വെച്ചിട്ട് അതിന്റെ ഇത് ഉണ്ടാക്കാം, സ്ട്രക്ചർ ഉണ്ടാക്കാം, ഓരോന്നായിട്ട് കേട്ടോ. അപ്പോ സ്റ്റിയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒരു എന്താ പറയാ ബോള് പോലെ ഇരിക്കുന്ന സംഭവം. പിന്നെ അതുപോലെ സ്ക്വയർ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഓരോന്ന് ആ ഷേപ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓരോന്ന് ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാം. ഓരോന്ന് അവരുടെ കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ അവരെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം, ഈ ഒരു ഷേപ്പാണ് എന്നുള്ളൊരു കാര്യം. ഇത് കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പൊ അതും സമയത്തിനനുസരിച്ച് നോക്കും. കളർ ടാബ്ലറ്റ് ഇല്ലേ? എന്താ കളർ ടാബ്ലറ്റ്? കളർ ടാബ്ലറ്റ്. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഇങ്ങനെയാണോന്ന് അറിയത്തില്ല. ഞാൻ മറ്റേ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് കളർ പേപ്പർ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തതാണേ. ഒന്ന് കാണിക്കും. അത് തന്നെയാ. ഇത്തിരി വലുതാക്കി ഉണ്ടാക്കിയെന്ന് മാത്രം. സാധാരണ കുട്ടികൾ ചെറുതാണ് ഉണ്ടാക്കുന്നേ. ജോബി കുറച്ച് വലുതാക്കി. നല്ലതാ. മതി. ഇങ്ങനെയാ കളർ പേപ്പർ മേടിച്ചിട്ട് ഈ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും, അങ്ങനെയാ ചെയ്തത്. നന്നായിട്ടുണ്ട് കേട്ടോ. ശരി. പ്രാക്ടിക്കലിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാണ് ഉണ്ടാവാന്നുള്ളത് എന്തെങ്കിലും സൂചന തന്നായിരുന്നോ? ഫെബ്രുവരി പറഞ്ഞു. എന്തോ ഫെബ്രുവരി മന്തിൽ ഉണ്ടാവുന്ന പറഞ്ഞത്.
ഫെബ്രുവരിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഉണ്ടാവുമായിരിക്കും, ഫെബ്രുവരിയിൽ എന്തായാലും ഉണ്ടാവുമായിരിക്കും. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇൻസിഡന്റ് ഇനി ആരെങ്കിലും പറയാനുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വൈകി ക്ലാസ്സിൽ പോകുന്ന ആളായിരുന്നു. എന്നും ചെറുപ്പം തുടങ്ങി മദ്രസകളിലായാലും സ്കൂളിൽ വൈകി പോകുന്ന ആളായിരുന്നു. പിന്നെ വലുതായി ഒരു 9th 10th ഒക്കെ ആയപ്പോഴാണ് സ്വയം തോന്നി ഈ നാണക്കേട്, ഇന്ന് നാണക്കേടാണല്ലോ, നാണക്കേട് എന്നൊരു മുക്തി വേണം തോന്നി സ്വയം നന്നാവലായിരുന്നു. പിന്നെ ഒരു +2 ഒക്കെ എത്തിയപ്പോഴാണ് ശരിക്കും പിന്നെ കറക്റ്റ് ആയിട്ട് ആയത്. പിന്നെ ഡിസിപ്ലിനെ പറ്റി പറയാനാണെങ്കിൽ, സജഷൻ പറയുന്നതാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും സൂപ്പർവിഷൻ അത്യാവശ്യമാണ് കുട്ടികളുടെ അടുത്ത്. കാരണം ഒരു പ്രീ സ്കൂൾ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ മടിയായിരിക്കും. അപ്പൊ ഒരു മനഃപൂർവ്വം പുറത്തേക്ക് ഇങ്ങനെ ഫുഡ് കളയും. അറിയാതെ ചാടിപ്പോണ്ടല്ല, അവർ കൈയിട്ട് വെറുതെ ഇങ്ങനെ ഫുഡ് വെറുതെ പുറത്തേക്ക് ഇങ്ങനെ ഒരുപാട് കളയുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട് ഞാന്. അപ്പൊ അതിനെ എപ്പോഴും ടീച്ചേഴ്സ് എപ്പോഴും സൂപ്പർവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കുട്ടികളെ സ്കൂൾ വിടുന്ന സമയത്ത് പുറത്ത് കടകളിൽ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ടായാലും പെൺകുട്ടികളായാലും വളയമാലയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന കുറെ കടകളിൽ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട് വാർത്തയിലൊക്കെ. അപ്പൊ അതിനൊക്കെ എപ്പോഴും അതിനെ പറ്റിയൊക്കെ സ്കൂളുകളിൽ അവർക്ക് ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു സജഷനിൽ ഒന്ന് പറയാനുള്ളത്. പിന്നെ പിന്നെ സ്കൂളിലെ ഗേറ്റിലൊക്കെ എപ്പോഴും സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളൊക്കെ ഉണ്ടാവും, ഡ്യൂട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. ജോഫി പറഞ്ഞ ഇപ്പോഴത്തെ സ്കൂളിലെല്ലാം നല്ല ഫുൾ ക്ലിയർ ആണ്. ഒന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട, കാരണം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകളിൽ എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാ സ്ഥലത്തും ടീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ സ്കൂൾ വിടുന്ന സമയത്തായാലും സ്കൂൾ ബസ്സുകളൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ വിടുള്ളൂ. എന്റെ മോന്റെ സ്കൂളൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ബെല്ല് അടിക്കുമ്പോൾ ബസ്സിലും ഓട്ടോയിലൊക്കെ പോകുന്ന കുട്ടികൾ നേരത്തെ പോയി എല്ലാം കയറി ഇരുന്ന് എല്ലാം സീറ്റിംഗ് ആയി കഴിഞ്ഞിട്ടാണ് ബെല്ലടിച്ച് ആ വണ്ടി എല്ലാം പോയി കഴിഞ്ഞ് ഗേറ്റ് കടന്നതിന് ശേഷം മാത്രമാണ് അടുത്ത ബെല്ലടിച്ച് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകും. അങ്ങനെയൊക്കെ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഒരു അപകടങ്ങളൊക്കെ കുറയാൻ അതൊരു അപകടമൊന്നും ഇല്ല, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. കാരണം കുഞ്ഞു പിള്ളേരായാലും എല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ ഓടി വരുമ്പോ വണ്ടികളും ഓട്ടോയൊക്കെ ഉണ്ട്. അപ്പൊ മിക്സായി അപകടമൊക്കെ സംഭവിക്കും. ഇതിപ്പോ അങ്ങനെ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. നല്ല അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ എല്ലാ സ്കൂളുകളിലും. വേറെ സജഷൻസ് ഒന്നും ഇല്ല. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നീ പറയാനുള്ളവരെ നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ പാടാം. ഓക്കെ. പറയൂ പറയൂ തത്തമ്മേ, എങ്ങനെ കിട്ടി പച്ച നിറം? ഇല്ലിക്കാട്ടിൽ പോയപ്പോൾ ഇലകൾ തന്നു പച്ച നിറം. പറയൂ പറയൂ തത്തമ്മേ, എങ്ങനെ കിട്ടി ചുവപ്പ് നിറം? ചുണ്ടിന് നല്ല ചുവപ്പ് നിറം, നാലും കൂട്ടി തിന്നപ്പോൾ കൊക്കിന് കിട്ടി ചുവപ്പ് നിറം. സൈൻ ഔട്ട് ബൈ വിജി. ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം.